നമസ്കാരം, ഞാൻ അമലക്ഷി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് 3 ആക്ട് സ്ട്രക്ചറിനെ കുറിച്ചല്ല, 5 ആക്ട് സ്ട്രക്ചറിനെ കുറിച്ചാണ്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ തിരക്കഥയുടെ ഫണ്ടമെന്റൽ റൈറ്റിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് എല്ലാവരും തന്നെ ആദ്യം എന്ന് പറയുന്നത് 3 ആക്ട് സ്ട്രക്ചറിനെ കുറിച്ചാണ്. പറയുന്നത് മാത്രമല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ മലയാള സിനിമകൾ എന്തിന് ഹോളിവുഡ് സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും കൂടുതൽ സിനിമകൾ ഫോളോ ചെയ്ത് വന്നിരിക്കുന്ന ഈ ഒരു 3 ആക്ട് സ്ട്രക്ചറാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് BC 335 കാലഘട്ടത്തിൽ അരിസ്റ്റോട്ടിലാണ് നാടകങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന 3 ആക്ട് സ്ട്രക്ചർ കണ്ടുപിടിച്ചത്. പിന്നീട് 1979 കാലഘട്ടത്തിൽ സിറ്റ്ഫീൽഡ് അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷൻസ് ഓഫ് സ്ക്രീൻ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഇത്തരത്തിൽ ഈ ഒരു 3 ആക്ട് സ്ട്രക്ചറിനെ കുറിച്ച് എഴുതിയിരുന്നു. അതിനുശേഷമാണ് ഹോളിവുഡ് സിനിമകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഒരു 3 ആക്ട് സ്ട്രക്ചർ ഫോളോ ചെയ്തുകൊണ്ട് തിരക്കഥ തയ്യാറാക്കാൻ തുടങ്ങിയത്. ഹോളിവുഡ് എന്താണോ ഫോളോ ചെയ്തത്, ലോക സിനിമ മുഴുവൻ അതിനെ ഫോളോ ചെയ്തിട്ട് ഈ ഒരു 3 ആക്ട് സ്ട്രക്ചറിനെ ഫോളോ ചെയ്ത് തിരക്കഥ ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ ക്രിസ്തു ജനിക്കുന്നതിന് 300 വർഷം മുമ്പ് കണ്ടുപിടിക്കപ്പെട്ട ഈ ഒരു 3 ആക്ട് സ്ട്രക്ചർ ഇന്ന് 2025 തിരക്കഥ ചെയ്യാൻ നേരത്ത് അത് ആപ്ലിക്കബിൾ ആയിരിക്കുമോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ 3 ആക്ട് സ്ട്രക്ചറിന് കുറേയധികം പോരായ്മകളുണ്ട്. ആ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് 5 ആക്ട് സ്ട്രക്ചർ നിലവിൽ വന്നത്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവഞ്ചേഴ്സ് പോലത്തെ ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള സിനിമകളുടെ തിരക്കഥയെല്ലാം തന്നെ ഈ ഒരു 5 ആക്ട് സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് 3 ആക്ട് സ്ട്രക്ചർ, അതിൻ്റെ പോരായ്മകൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ഈ ഒരു 5 ആക്ട് സ്ട്രക്ചർ ഈ ഒരു പോരായ്മകൾ എങ്ങനെയാണ് കവർ ചെയ്യുന്നത്, ഇതിനൊപ്പം തന്നെ 5 ആക്ട് സ്ട്രക്ചറിൻ്റെ 5 ആക്ടുകൾ എന്തെല്ലാമാണെന്ന് വെറുതെ പറയുകയല്ല, പകരം ലോക എന്ന് പറയുന്ന മലയാള സിനിമ എടുത്തു വെച്ചിട്ട് ആ ഒരു സിനിമയുടെ തിരക്കഥ ഈ 5 ആക്ട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് തയ്യാറാക്കിയത് തുടങ്ങിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഓരോ ആക്ടിന്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓരോ പർപ്പസും എങ്ങനെയാണ് ഉൾമുനയിൽ പ്രേക്ഷകരെ പിടിച്ചു നിർത്തുന്നത് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോ കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ 5 ആക്ട് സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കാനായിട്ട് നിങ്ങൾ ആദ്യം 3 ആക്ട് സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതായത് 3 ആക്ട് സ്ട്രക്ചർ എന്താണെന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു സിനിമ എടുക്കുകയാണെങ്കിൽ ആ ഒരു സിനിമയെ നമ്മൾ 3 ആക്ടായിട്ട് തിരിക്കുന്നു. ആക്ട് 1, ആക്ട് 2, ആക്ട് 3. ആക്ട് 1 എന്ന് പറയുന്നത് സെറ്റപ്പ്, ആക്ട് 2 എന്ന് പറയുന്നത് കൺഫ്രണ്ടേഷൻ, ആക്ട് 3 എന്ന് പറയുന്നത് റെസൊല്യൂഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്ട് 1 എന്താണെന്ന് പറയുകയാണെങ്കിൽ ആക്ട് 1 ആ ഒരു സിനിമയുടെ ആദ്യത്തെ 25% ഉണ്ടായിരിക്കേണ്ടത്. നിങ്ങളുടെ കഥ എവിടെയാണ് നടക്കുന്നത്, ആ ഒരു വേൾഡ് എവിടെയാണെന്നുള്ളതും അതുപോലെ തന്നെ ആ ഒരു കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്, അതിൽ പ്രൊട്ടാഗണിസ്റ്റ്, ആൻറ്റാഗണിസ്റ്റ്, ഡ്യൂട്രാഗണിസ്റ്റ്, മറ്റ് സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ്, ഇവരാരെല്ലാമാണ്, ഇവരുടെ ആ ഒരു വേൾഡ് എന്താണ്, ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആ ഒരു സിനിമയുടെ ടോണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു ഇൻട്രൊഡക്ഷനാണ് ആ ഒരു 25% നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. ഇനി ആ ഒരു 25% കഴിയുന്ന സമയത്ത് നമ്മൾ സെക്കൻഡ് ആക്ടിലേക്ക് പോവുകയാണ്, അതാണ് കൺഫ്രണ്ടേഷൻ. ആ ഒരു ആക്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ നമ്മുടെ ആ ഒരു ഫസ്റ്റ് ആക്ടിലെ പ്രധാനപ്പെട്ട പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ലൈഫിൽ ഒരു വലിയ ഇൻസൈറ്റിംഗ് ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നു. ആ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്താണ് അദ്ദേഹം ഈ പറഞ്ഞ രണ്ടാമത്തെ ആക്ടിലേക്ക് പോകുന്നത്. ഈ രണ്ടാമത്തെ ആക്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 50%, നമ്മുടെ ആ ഒരു ടോട്ടൽ ഫിലിമിൻ്റെ 50% കവർ ചെയ്യുന്നത് ഈ ഒരു രണ്ടാമത്തെ ആക്ടിലായിരിക്കും. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആ ഒരു നായകൻ ഒരു പ്രശ്നത്തിലേക്ക് വീണു, ആ പ്രശ്നം എന്താണെന്നും ആ പ്രശ്നത്തെ അദ്ദേഹം നേരിടുമ്പം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ചെറിയ ചെറിയ തോൽവികൾ എന്തെല്ലാമാണെന്നും ആ തോൽവികളിലൂടെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന നഷ്ടം എന്താണെന്നും ഇതിനെ എങ്ങനെയാണ് അദ്ദേഹം നേരിടുന്നത്, എന്തെല്ലാം പ്ലാനുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്, അങ്ങനെ കുറേയധികം കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അടുത്ത 3-ാമത്തെ ആക്ടാണ് റെസൊല്യൂഷൻ. ഇതും ആ ഒരു തിരക്കഥയുടെ ഒരു 25% വരുന്നത്. അതായത് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ഈ ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞു, ഈ ഒരു പ്രോബ്ലത്തെ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു നായകൻ അദ്ദേഹത്തിൻ്റെ സ്കില്ലും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുന്നതാണ്. അങ്ങനെ സോൾവ് ചെയ്തിട്ട് ഒന്നെങ്കിൽ അദ്ദേഹത്തിന് വിജയിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരാജയപ്പെടാം. അപ്പോൾ നിങ്ങൾക്ക് 3 ആക്ട് സ്ട്രക്ചർ എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഹീറോസ് ജേണി എന്ന് പറയുന്ന സ്റ്റോറി സ്ട്രക്ചറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലെങ്ങനെയാണ് കിരീട സിനിമയും KGF സിനിമയുടെ തിരക്കഥ ഒരേ സ്ട്രക്ചറിൻ്റെ ഒരേപോലെ ബിൽഡ് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കാരണം 3 ആക്ട് സ്ട്രക്ചറിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ട് സ്ക്രിപ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സ്ട്രക്ചർ ഹീറോസ് ജേണി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് കണ്ടു നോക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 3 ആക്ട് സ്ട്രക്ചർ എന്താണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 3 ആക്ട് സ്ട്രക്ചർ പറഞ്ഞിരുന്നു അല്ലേ, അതായത് ആക്ട് 1, ആക്ട് 2, ആക്ട് 3. ഈ ആക്ട് 1ഉം ആക്ട് 3യും ഓക്കെയാണ്, ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഇവിടെ പ്രശ്നമുള്ളത് ആക്ട് 2ലാണ്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ആക്ട് 2 എന്ന് പറയുന്നത് ആ ഒരു തിരക്കഥ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ 50% കവർ ചെയ്യുന്നൊരു ഏരിയയാണ്. ഈ 50% കവർ ചെയ്യുന്ന ഏരിയയിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് ഈ ഒരു 3 ആക്ടിൽ പറയുന്നില്ല. കൺഫ്രണ്ടേഷൻ എന്ന് പറയുന്നു, അവിടെ കുറേയധികം കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ അവിടെ ആക്ച്വലി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല. ആ ഒരു ഭാഗത്താണ് പ്രധാനമായിട്ടും നമ്മുടെ ഇൻ്റർവെൽ എന്ന് പറയുന്നൊരു സാധനം വരുന്നത്. അതുപോലെ തന്നെ സ്റ്റോറിയെ എൻഗേജ് ചെയ്ത് കൊണ്ടുകൊണ്ട് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നടക്കുന്നതും ആ ഒരു പ്രധാനപ്പെട്ട 50%, അതായത് ഒരു സിനിമയുടെ പകുതി മേജർ പാർട്ടാണ്. അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു പ്രോപ്പർ സ്ട്രക്ചറിങ് ഈ ഒരു 3 ആക്ട് സ്ട്രക്ചറിൽ ഇല്ല. അപ്പം നമുക്ക് മനസ്സിലായി ഈ 3 ആക്ട് സ്ട്രക്ചറിൽ നടുക്കിരിക്കുന്നവനാണ് പ്രശ്നക്കാരൻ. അപ്പോൾ ഈ 1-ാമത്തെ ആക്ടിനെയും 3-ാമത്തെ ആക്ടിനെയും മാറ്റി വെച്ചിട്ട് ഈ 2-ാമത്തെ ആക്ടിനെ ഇങ്ങോട്ട് എടുത്തിട്ട് അതിനെ 3 ആയിട്ട് മുറിച്ചിട്ട് അതിന് കുറച്ച് ഡെഫിനേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ 5 ആക്ട് ആയില്ലേ.
അങ്ങനെയാണ് 5 ആക്ട് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഈ 5 ആക്ട് സ്ട്രക്ചർ എന്ന് നോക്കാം. 19-ാം നൂറ്റാണ്ടിലെ ജർമ്മൻ നാടകകൃത്തും നിരൂപകനുമായിട്ടുള്ള ഗുസ്താവ് ഫ്രീടാഗ് ആണ് ഗ്രീക്ക് ഷേക്സ്പിയർ നാടകങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് തൻ്റെ ടെക്നിക് ഓഫ് ഡ്രാമ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ ഈ പറയുന്ന ഫ്രീടാഗ് പിരമിഡ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ആദ്യമായി അവതരിപ്പിച്ചത്. ഇതിൽ പറയുന്ന 5 ആക്ടുകളെയാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാനും പഠിക്കാനുമായിട്ട് പോകുന്നത്. ഇത് വെറുതെ അങ്ങ് പഠിക്കുകയല്ല, നമ്മൾ ലോക എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ തിരക്കഥ എടുത്തിട്ട് ആ ഒരു സിനിമയുടെ തിരക്കഥയിൽ ഇത് എങ്ങനെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ലോക സിനിമ കാണാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിനിമ കണ്ടിട്ട് മാത്രം വീഡിയോ മുന്നിലേക്ക് കാണുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു 5 ആക്ടിലെ ആദ്യത്തെ ആക്ടിലേക്ക് കടക്കാം. അതാണ് എക്സ്പോസിഷൻ. ഇവിടേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം കേട്ട 3 ആക്ടിൻ്റെ ആ ഒരു ആദ്യത്തെ ആക്ട് സെറ്റപ്പ് അത് തന്നെയാണ് ഈ എക്സ്പോസിഷൻ എന്ന് പറയുന്നത്. ഇവിടെ മീൻ ചെയ്യുന്നത് മറ്റൊന്നും തന്നെയല്ല. അതായത് എക്സ്പോസിഷൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞത് കണക്ക് തന്നെ ഇത്തരത്തിൽ ആ ഒരു വേൾഡ് എവിടെയാണ് ആ ഒരു കഥ നടക്കുന്നത്, ആ ഒരു കഥയിലെ ക്യാരക്ടേഴ്സ് ആരെല്ലാമാണ്, ആൻറ്റാഗണിസ്റ്റ്, ഡ്യൂട്രാഗണിസ്റ്റ്, ഇവരെല്ലാം തന്നെ ആരെല്ലാമാണ്, ആ ഒരു സിനിമയുടെ ടോൺ എന്താണ് ഈ ഒരു കഥ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നതൊക്കെ തന്നെ ഈ ഒരു ആദ്യത്തെ 25% അല്ലെങ്കിൽ ആദ്യത്തെ ഒരു അരമണിക്കൂറിൽ നമ്മൾ പറഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോക എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ആദ്യത്തെ ആക്ട് 1 എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ആദ്യം തന്നെ ചന്ദ്ര എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലേ. ആ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ചന്ദ്രയാണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചന്ദ്ര എന്തിനാണ് നാട്ടിലേക്ക് വന്നത്, മൂത്തോൻ എന്ന് പറഞ്ഞ കഥാപാത്രം വിളിച്ചിട്ടാണ് വന്നതെന്നും കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ചന്ദ്രയുടെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് രാത്രിയെ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന, രാത്രി വർക്ക് ചെയ്യാനൊക്കെ താല്പര്യപ്പെടുന്ന ഒരാളായിട്ടാണ് കാണിക്കുന്നത്. ഇതിനൊപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പടത്തിലെ മറ്റ് ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്. അതായത് സണ്ണി, വേണു അങ്ങനെയൊക്കെ തുടങ്ങിയ നസ്ലിൻ്റെ ഒക്കെ ക്യാരക്ടേഴ്സിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു പടത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ടുള്ള ആ ഒരു ഓർഗൻ ട്രേഡിങ്, അതായത് ഒരു മാഫിയ ഉണ്ടെന്നും അവർ ഇത്തരത്തിൽ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയിട്ട് ഓർഗൻസ് കടത്തുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചു പോകുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ആ ഒരു പടത്തിലെ പ്രധാന ആൻറ്റാഗണിസ്റ്റ് ആയിട്ട് വരുന്ന നാച്ചിയപ്പ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. അയാളുടെ സ്വഭാവം എന്താണ്, അയാൾക്ക് സ്ത്രീകളോട് ബഹുമാനമില്ല, അങ്ങനെയുള്ള ആ ഒരു സ്വഭാവമൊക്കെ തന്നെ ആ ഒരു ആക്ടിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫസ്റ്റ് ആക്ടിൽ എവിടെയാണ് നടക്കുന്നത്, ആരെല്ലാമാണ് ആ കഥയിൽ ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണിച്ച് വന്നിട്ട് എപ്പോഴാണ് ആ ഒരു ആക്ട് 1 തീരുന്നതെന്നാണ് നമ്മൾ നേരത്തെ 3 ആക്ടിൽ പഠിച്ചത്. അതായത് ഒരു ഇൻസൈറ്റിംഗ് ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴാണ് ആ ഒരു 1ാമത്തെ ആക്ട് തീർന്നിട്ട് 2ാമത്തെ ആക്ടിലോട്ട് പോകേണ്ടതല്ലേ. അങ്ങനെ അതേ സംഭവം തന്നെയാണ് ഇവിടെ ആ ഒരു 1ാമത്തെ ആക്ട് തീരുന്നത്. ഇവിടെ ഒരു ഇൻസൈറ്റിംഗ് ഇൻസിഡൻറ്റ് ഉണ്ടാവണം അല്ലേ. ഇൻസൈറ്റിംഗ് ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് ഉണ്ടെങ്കിൽ പ്രൊട്ടാഗണിസ്റ്റിന് അദ്ദേഹത്തിൻ്റെ ഒരു നോർമൽ ലൈഫുണ്ട്, നോർമൽ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ പോകുന്നൊരു ലൈഫ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വന്നിട്ട് താളം തെറ്റുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ചന്ദ്രയുടെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള ഇൻസൈറ്റിംഗ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് അതൊരു അരമണിക്കൂറൊക്കെ അടുക്കുമ്പോഴാണ് ആ ഒരു ഇൻസൈറ്റിംഗ് ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. അതായത് ഫസ്റ്റ് ആക്ട് തീരുന്നത് അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചന്ദ്രയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയെ സുന്ദരൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ വന്നിട്ട് ശല്യം ചെയ്യുന്നു. ആ സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രയ്ക്ക് തൻ്റെ സൂപ്പർ പവേഴ്സ് ഉപയോഗിക്കേണ്ടി വരുന്നു. അവിടെയാണ് ഇത്ര കാലം ചന്ദ്രൻ രഹസ്യമായിട്ട് കൊണ്ടുവരുന്ന തൻ്റെ പവേഴ്സ് ഇത്തരത്തിൽ മറ്റൊരാൾ ആദ്യമായി അറിയുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ലോകയുടെ ഇൻസൈറ്റിംഗ് ഇൻസിഡൻറ്റ്. അപ്പോൾ ഒരു സിനിമയിൽ ഇൻസൈറ്റിംഗ് ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നിടമാണ് ആക്ട് 1. അത് കഴിഞ്ഞാൽ ആക്ട് 2ലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ആക്ട് 2 എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതാണ് റൈസിംഗ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആക്ട് 2ൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദുരൂഹത വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുക, ആളുകളുടെ ഓഡിയൻസിൻ്റെ ടെൻഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഇവിടെ നമ്മൾ ലോകയിലേക്ക് നോക്കുകയാണെങ്കിൽ ചന്ദ്ര എന്ന് പറയുന്ന കഥാപാത്രം അവരൊരു ഓർഡിനറി വുമൺ അല്ല എന്നുള്ളത് നമുക്ക് ഓൾറെഡി മനസ്സിലായി അല്ലേ. ഇതുവരെ നടന്ന സീനുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ അവരാരാണ്, എന്താണ് എന്നുള്ള കാര്യം ഒന്നും തന്നെ നമുക്ക് അറിയില്ല. അപ്പോൾ ഓൾറെഡി പ്രേക്ഷകൻ്റെ ഉള്ളിൽ ഒരു ചെറിയ മിസ്റ്ററി അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മിസ്റ്ററി അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയും അവരുടെ ഉള്ളിലുണ്ടാകും അല്ലേ. അപ്പോൾ ഈ 2 സാധനത്തെയും, ഈ മിസ്റ്ററിയും ഈ ഒരു ആകാംക്ഷയും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ ഒരു ആക്ടിൻ്റെ പർപ്പസ്. അപ്പോൾ ഈ 2ാമത്തെ ആക്ട് തുടങ്ങുന്ന സമയത്ത് ചെറുതായിരുന്ന ആ ഒരു ആകാംക്ഷ, പ്രേക്ഷകൻ്റെ ആ ഒരു ആകാംക്ഷയും എന്താണെന്ന് അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ആ ഒരു ആക്ട് തീരാറാകുമ്പോൾ ഏറ്റവും ടോപ്പിൽ കൊണ്ട് നിർത്തുക എന്നുള്ളതാണ് ഒരു റൈറ്ററിൻ്റെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആക്ട് 2 ലോകയിൽ എന്തൊക്കെ ചെയ്തിട്ടാണ് അവർ ഈ പറയുന്ന ആകാംക്ഷ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റും ഒക്കെ ശക്തമായി കൂട്ടിയത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നാച്ചിയപ്പ എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹത്തിന് ഒരു ഇൻഫർമേഷൻ കിട്ടി, ഇങ്ങനൊരു പെണ്ണുണ്ട്, അവൾ എന്തൊക്കെയോ പ്രശ്നക്കാരിയാണെന്ന് മനസ്സിലായി. നാച്ചിയപ്പ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നാച്ചിയപ്പയ്ക്കും അറിയത്തില്ല ആരാണ് ചന്ദ്ര എന്നുള്ളത്, നമുക്കും വലിയ ധാരണയൊന്നുമില്ല. അപ്പം നമ്മളും അതേപോലെ ആകാംക്ഷയിൽ നാച്ചിയപ്പയെ ഫോളോ ചെയ്തിട്ട് പുള്ളി അത് അറിയുമോ കണ്ടുപിടിക്കുമോ എന്നുള്ള രീതിയിൽ ഫോളോ ചെയ്യും. അവിടെ നമുക്ക് ആ ഒരു ചെറിയ ടെൻഷനും മിസ്റ്ററിയും അവിടെ ഉണ്ടാകുന്നതാണ്. ഇനി നമ്മൾ അതുപോലെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു ചന്ദ്രയുടെ കുറേയധികം സ്ട്രേഞ്ച് അപ്പിയറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് എന്താ പറയുക, ആരൊക്കെ എന്തൊക്കെയോ കണ്ടെയ്നർ ബോക്സുകൾ പലപ്പോഴായിട്ട് കൊണ്ട് കൊടുക്കുന്നു. സണ്ണിയുടെ ഫ്ലാറ്റിലേക്ക് വരുന്ന സമയത്ത് കാലിൽ ആ ഒരു ബ്ലഡ് കാണുന്നതായിട്ട് കാണുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ പൂച്ച ഇത്തരത്തിൽ ആ ഒരു ചന്ദ്രയെ കണ്ടിട്ട് ഇത്തരത്തിൽ ശബ്ദം ഉണ്ടാക്കുന്നു. അങ്ങനെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ആ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു
മിസ്റ്ററി, എന്താണ് സംഭവം, ശരിക്കും ആരാണ് ചന്ദ്രൻ എന്നുള്ള ആ ഒരു ടെൻഷൻസ് വീണ്ടും വീണ്ടും കൂടി വരികയാണ്. അപ്പോൾ ഈ ഒരു ആക്ട് 2 എൻഡിലേക്ക് വരുന്ന സമയത്ത് ഒരു സൈഡിൽ നാച്ചിയപ്പ ആരാണ് ചന്ദ്രയെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇൻവെസ്റ്റിഗേഷനായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ സണ്ണി ആ ചന്ദ്രയെ ഫോളോ ചെയ്തിട്ട് ആരാണ് അവരെന്ന് കണ്ടുപിടിക്കാനായിട്ട് നടക്കുന്നുണ്ട്. ഇത് കണ്ടുപിടിക്കുന്ന പ്രേക്ഷകരെ നമുക്കറിയില്ല. നമ്മൾ അങ്ങനെ ആ ഒരു എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ ടോപ്പിൽ എത്തി നിൽക്കുന്ന സമയത്താണ് സുന്ദരനും ആൾക്കാരും വന്നിട്ട് ചന്ദ്രയെ തട്ടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ചന്ദ്രയെ മയക്കുമരുന്ന് കുത്തിച്ച് തലക്കടിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ചന്ദ്രയ്ക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ള ഒരു ആകാംക്ഷയിലും നമ്മൾ അവിടെ കണ്ടിരിക്കും. അപ്പോൾ ആക്ട് 2 ഏറ്റവും ടോപ്പിൽ നമ്മളെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അടുത്തതാണ് ആക്ട് 3. അപ്പോൾ ആക്ട് 3 ആണ് നമ്മളിവിടെ ക്ലൈമാക്സ് എന്ന് വിളിക്കുന്നത്. ഇത് കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം നമ്മുടെ നോർമൽ ക്ലൈമാക്സ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ അവസാനമൊക്കെ വരുമ്പോഴാണ്. എന്നാൽ ഈ ഒരു ആക്ടിൻ്റെ പേര് മാത്രമാണ് ഇവിടെ ക്ലൈമാക്സ് എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്ട് 3യുടെ പർപ്പസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ആക്ട് 2-ൽ കുറേയധികം കാര്യങ്ങൾ പ്രേക്ഷകരിൽ നിന്ന് ഒളിപ്പിച്ച് വെച്ചിട്ട് അവരിൽ ഇങ്ങനെ ആ ഒരു എൻഗേജ്മെൻറ്റ് കൂട്ടി അവർ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ ടോപ്പിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ. ഇനി ഇവിടെ നിന്ന് എന്താണോ, അതായത് പ്രേക്ഷകരിൽ നിന്ന് നമ്മൾ ആക്ട് 2-ൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന രഹസ്യം എന്താണോ അത് വെളിപ്പെടുത്തേണ്ടതാണ് ഈ ഒരു ആക്ട് 3യുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഇതിനൊപ്പം തന്നെ ആരെല്ലാം തമ്മിലാണ് പ്രോപ്പറായിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നതെന്ന് നമ്മൾ ഈ ഒരു ആക്ട് 3-ലൂടെ വെളിപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ ലോകയുടെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ആക്ട് 3 തുടങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ ആ ഒരു ചന്ദ്രയും അതുപോലെ തന്നെ ആ ഒരു സുന്ദരൻ്റെ ഗ്യാമും തമ്മിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ ഒരു ഫൈറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും വിജയരാഘവൻ്റെ ക്യാരക്ടർ ഇരുന്നിട്ട് കൊച്ചുമോളോട് നീലിയുടെ കഥ പറയുന്നുണ്ട്. ആ സമയത്ത് നമുക്കറിയില്ല നീലി ആരാണ് ചന്ദ്ര ആരാണ് ഒന്നും നമുക്കറിയില്ല. അപ്പോൾ പുതിയൊരു കഥയാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഇത്രയും നേരം ഒളിപ്പിച്ച് വെച്ചിരുന്ന നീലി അല്ലെങ്കിൽ ചന്ദ്ര ആരാണെന്നുള്ള ആ ഒരു ചോദ്യത്തിനുള്ള ആൻസറാണ് ഇവിടെ നീലിയുടെ കഥയിലൂടെ റിവീൽ ചെയ്യുന്നത്. ആ റിവീൽ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എങ്ങനെയാണോ നീലി ഫൈറ്റ് ചെയ്തിരുന്നത് അതേ പ്രോപ്പർ മെത്തേഡിൽ തന്നെയാണ് ഇവിടെ ചന്ദ്രയും ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഓഡിയൻസിന് ഒരു കണക്ഷൻ കിട്ടും. ചന്ദ്രയും നീലിയും ഒന്നാണോ എന്നുള്ള രീതിയിൽ ഏകദേശം ഒരു കണക്ഷൻ കിട്ടും. ഇതിനൊപ്പം തന്നെ ആരെല്ലാമാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്, ആരാണ് പ്രോപ്പർ ഇഷ്യൂ എന്നുള്ളതും നമുക്ക് ഏകദേശം മനസ്സിലായി. അതായത് ആ ഒരു ചന്ദ്ര എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഇത്തരത്തിൽ ഈ ഒരു ഓർഗൻ മാഫിയായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി. അപ്പോൾ ഇവിടെ ആക്ട് 3യുടെ പർപ്പസ് ഒരു പകുതിയോളം ക്ലിയർ ആയിട്ടുണ്ട്. അതായത് ആരാണ് ചന്ദ്രൻ എന്നുള്ളൊരു ഏകദേശം ഒരു ധാരണയൊക്കെ പ്രേക്ഷകന് കിട്ടി. അപ്പോഴാണ് ഇത്തരത്തിൽ നമ്മുടെ ആ ഒരു കത്തനാരൻ്റെ ക്യാരക്ടർ വന്നിട്ട് നീലിയെ നേരത്തെ തന്നെ ഇരുന്നു എന്ന് കാണിക്കുന്നത്. അപ്പോൾ തന്നെ പ്രേക്ഷകൻ്റെ ഉള്ളിൽ വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ ചന്ദ്ര ആരാണ്? അങ്ങനെ അപ്പോഴും ആ ഒരു പടത്തിൽ കൃത്യമായിട്ട് പറയുന്നില്ല, ചന്ദ്ര തന്നെയാണ് നീലി എന്നുള്ള കാര്യം പറയുന്നില്ല. ആളുകൾക്കിടയിൽ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. രണ്ടാമത്തെ കൺഫ്യൂഷൻ, വിജയരാഘവൻ്റെ ക്യാരക്ടർ ഇപ്പോഴും നീലി അവിടെ ഇവിടെ ഉണ്ട്, കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. അപ്പോൾ ആ ഒരു എന്തിനാണ് വിജയരാഘവൻ്റെ ക്യാരക്ടർ നീലിയെ തേടുന്നത്, ആ നീലി മരിച്ചുപോയോ അല്ലെങ്കിൽ ചന്ദ്ര ആരാണ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് എല്ലാം നിർത്തിക്കൊണ്ട് പടത്തിൻ്റെ ഇൻ്റർവെൽ ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു തേർഡ് ആക്ട് തീർന്നിട്ടില്ല. ആ തേർഡ് ആക്ടിൻ്റെ ഒരു സെൻറ്ററിലൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ ഇൻ്റർവെൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർവെല്ലായിട്ടും ആക്ട് 3 തീർന്നില്ലെന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ട് 3യുടെ പർപ്പസ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ആക്ട് 3-ൽ ശരിക്കും എന്താണ്, നീലി തന്നെയാണോ ചന്ദ്ര എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. കത്തനാർ വന്ന് കൊന്നിട്ട് എന്താണ് നീലിക്ക് പറ്റിയത് ഇതൊന്നും തന്നെ ക്ലിയർ ആക്കിയിട്ടില്ല. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഈ ഒരു ആക്ട് 3 തീരുന്നതിന് മുമ്പായിട്ട് തന്നെ കിട്ടിയിരിക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ആരെല്ലാമാണ് നേർക്ക് നേരെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യത്തിലും ഇവിടെ ഒരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല. ആ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ ഇൻ്റർവെൽ പ്ലേസ് ആയിട്ടുള്ളത്. അപ്പോൾ ആക്ട് 3യുടെ നടുക്ക് വെച്ചിട്ടാണ് ഇവിടെ ഇൻ്റർവെൽ സംഭവിച്ചിട്ടുള്ളത്. ഇൻ്റർവെൽ കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതായത് ചന്ദ്ര തന്നെ സമ്മതിക്കുകയാണ് താൻ തന്നെയാണ് നീലി എന്നുള്ളത്. ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടായി. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചന്ദ്രയുടെ ആ ഒരു വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് സൂര്യൻ പ്രകാശം തട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം ഉണ്ടാകുന്നുണ്ടെന്നും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റിവീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ ഒരു കത്തനാർ വന്നിട്ട് കൊന്നില്ല എന്നും കത്തനാർ വെറുതെ വിട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ പടത്തിൻ്റെ പകുതിയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ആ ഒരു രഹസ്യങ്ങൾ എന്തെല്ലാമാണെന്നെല്ലാം തന്നെ ഇപ്പോൾ ആ ഒരു ആക്ട് 3 റിവീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ റിവീൽ ചെയ്യേണ്ടത് ആരാണ് ശക്തനായിട്ടുള്ള എതിരാളി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഗ്യാങ്ങിനെ കൊന്നത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ചന്ദ്രയുടെ റൂമിലേക്ക് വരുന്ന ആ ഒരു നാച്ചിയപ്പ എന്ന് പറയുന്ന കഥാപാത്രം ആ ഒരു ഫൈറ്റിനിടയിൽ നാച്ചിയപ്പയ്ക്ക് ചന്ദ്രയുടെ നിന്ന് കടി കിട്ടുകയാണ്. അങ്ങനെ ആ ഒരു വൈറസ് അദ്ദേഹത്തിൻ്റെ ദേഹത്തിലേക്ക് പകരുകയാണ്. അപ്പോൾ ആ ഒരു തേർഡ് ആക്ടിൽ തന്നെ പറയുന്നുണ്ട് ഇത്തരത്തിൽ നാച്ചിയപ്പ എന്ന് പറയുന്ന കഥാപാത്രം ഹെൽത്തി ആണെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു വൈറസ് അദ്ദേഹത്തിന് പകരുമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നാച്ചിയപ്പയാണ് ഇനി ശക്തനായിട്ട് വരാൻ പോകുന്ന ഒരു വില്ലൻ എന്ന് പറയുന്നു. അപ്പോൾ ആക്ട് 3 തീരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള ചന്ദ്രയില്ലേ, ചന്ദ്രയ്ക്ക് മൊത്തത്തിൽ പണി കിട്ടിയിരിക്കുകയാണ്. ആ അറിയാതെ പോയി കടിച്ചു പണി മേടിച്ചു. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ സണ്ണിക്ക് വെടിയേറ്റു, അവർ ടെററിസ്റ്റ് ആണെന്ന് പറഞ്ഞ് പോലീസും മറ്റ് ഗവൺമെൻറ്റും എല്ലാം തന്നെ അവരെ തേടി നടക്കുന്നു. മൊത്തത്തിൽ പ്രൊട്ടാഗണിസ്റ്റ് വീക്കായിട്ട് നിൽക്കുന്നു. അതേസമയം അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്ന ആൻറ്റാഗനിസ്റ്റ്, അതായത് നാച്ചിയപ്പ എന്ന് പറയുന്ന കഥാപാത്രം സ്ട്രോങ് ആയി വരുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓർഗൻ മാഫിയ എല്ലാം തന്നെ ഈ ഒരു പ്രൊട്ടാഗനിസ്റ്റ് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവിടെ ശക്തമായിട്ടുള്ള എൻഗേജ്മെൻ്റ് ആണ്. ആൾക്കാർ ഇനി എന്ത് സംഭവിക്കും, ചന്ദ്ര ഇത്ര വീക്കാണല്ലോ അല്ലെങ്കിൽ വില്ലൻ എത്ര ശക്തനായി വരികയാണെന്നുള്ള രീതിയിൽ ശക്തമായിട്ട് ആൾക്കാർ അവിടെ ക്യൂരിയോസിറ്റിയോടെ കണ്ടുകൊണ്ടിരിക്കും. അടുത്ത 4ാമത്തെ ആക്റ്റാണ് ഫാളിംഗ് ആക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ആക്ടിൻ്റെ പർപ്പസ് എന്താണെന്ന് വെക്കുകയാണെങ്കിൽ നമ്മുടെ 3ാമത്തെ ആക്ടിൽ കുറേയധികം ഇൻസിഡൻസ് നടന്നു അല്ലേ, ആ ഒരു ഇൻസിഡൻസിൻ്റെ അനന്തര ഫലങ്ങളായിരിക്കണം ഈ ഒരു 4ാമത്തെ ആക്ടിൽ ഉണ്ടാവേണ്ടത്. അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു നാച്ചിയപ്പ എന്ന് പറയുന്ന അയാൾക്ക് കടിയേറ്റത് കൊണ്ട് അയാൾക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചു. അദ്ദേഹം ഒരു
പ്രോപ്പർ യക്ഷനായി മാറുകയാണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ കുറേയധികം അലയൻസ് ഉണ്ടാകുന്നുണ്ട്. അതായത് നോക്കുകയാണെങ്കിൽ രണ്ട് കൂട്ടരുണ്ടല്ലേ, അതായത് ഒരു ആൻറ്റാഗണിസ്റ്റ് ഉണ്ട്, പ്രൊട്ടാഗണിസ്റ്റ് ഉണ്ട്. ഈ രണ്ട് ആൾക്കാരുടെയും കൂടെ ആരെല്ലാം നിൽക്കുന്നുണ്ട്, ആരെല്ലാം നിൽക്കുന്നില്ല തുടങ്ങിയ ആ ഒരു ക്ലാരിറ്റിയാണ് ഈ ഒരു ഭാഗത്ത് കൊടുക്കേണ്ടത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത്തരത്തിൽ ചന്ദ്രയുടെ കൂടെ അലയൻസ് ആയിട്ട് ഇത്തരത്തിൽ ടൊവിനോയുടെ ക്യാരക്ടർ വരുന്നുണ്ട്, ദുൽഖറിൻ്റെ ക്യാരക്ടർ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നാച്ചപ്പയുടെ കൂടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഗരുഡ ഫോഴ്സ് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഗജേന്ദ്രൻ്റെ കുറച്ച് ആൾക്കാർ ചേരുന്നുണ്ട്. അങ്ങനെ കുറേ അധികം ആൾക്കാർ ആ ഒരു ഓർഗൻ മാഫിയൊക്കെ തന്നെ ചേർന്നിട്ട് അങ്ങനെ കുറേ അധികം, അതായത് ഒരു യുദ്ധത്തിനുള്ളൊരു പടക്കളം ഒരുക്കുന്ന ആ ഒരു രീതിയാണ് ഈ ഒരു നാലാമത്തെ ആക്ടിലുള്ളത്. അപ്പോൾ ഈ ഒരു ആക്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ പ്രധാന വില്ലനെ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഈ ഒരു ആക്ടിൽ ചന്ദ്ര ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഗരുഡ ഫോഴ്സിനെ ചന്ദ്ര ഡീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗജേന്ദ്രൻ്റെ ആൾക്കാർ വരുന്ന അവരെ ഡീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം ഡീൽ ചെയ്തിട്ട് വിജയിച്ച് നിൽക്കുന്ന ആ ഒരു ഭാഗമാണ് ഇവിടെ ആക്ട് 4 തീരുന്നത്. അടുത്ത 5ാമത്തെ ആക്റ്റാണ്, അതായത് 3 ആക്ട് സ്ട്രക്ചറിൻ്റെ 3ാമത്തെ ആക്ട് എന്താണോ അത് തന്നെയാണ് സെയിം ആയിട്ട് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരുന്നു ഉള്ളത് ആ ഒരു പ്രോബ്ലത്തെ റിസോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ റിസോൾവ് ചെയ്തിട്ട് എന്തായിരുന്നോ ഇവരുടെ നോർമൽ ലൈഫ്, അതായത് പ്രൊട്ടാഗണിസ്റ്റിൻ്റെ നോർമൽ ലൈഫ് എന്താണോ അതിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചന്ദ്രയുടെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ നാച്ചിയപ്പ കംപ്ലീറ്റ് ആയിട്ട് ചന്ദ്രയ്ക്കെതിരെ വരുന്നു. ആ ഒരു റിസ്ക് എല്ലാം എടുത്തിട്ട് ചന്ദ്രൻ നാച്ചിയപ്പയെ കൊല്ലുകയാണ്, അതായത് ഹാർട്ടിൽ കുത്തിയിട്ട് കൊല്ലുന്നു. അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ആ ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ, അതായത് നാച്ചിയപ്പ ആയിരുന്നല്ലോ ഇവിടുത്തെ പ്രശ്നം, ആ ഒരു പ്രശ്നം എല്ലാം തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നോർമൽ ലൈഫിലേക്ക് പോകണം. എന്നാൽ ആ ഒരു നോർമൽ ലൈഫിനൊരു പ്രശ്നമുള്ളത്, ഇത്ര കാലം ചന്ദ്ര ബാംഗ്ലൂരിൽ വളരെ ലോ പ്രൊഫൈലിൽ ജീവിച്ചിരുന്ന ആളാണ്. എന്നാൽ ഇനി അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. അവരുടെ കൂടെ ഉള്ളൊരു നോർമൽ ലൈഫ് കിട്ടില്ല. പകരം എന്താ, മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് മറ്റൊരു ഐഡൻറ്റിറ്റിയിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് 5 ആക്ട് സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും ഇതിനെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യരുത്. അതായത് 5 ആക്ട് സ്ട്രക്ചർ ആണെങ്കിലും ഹീറോസ് ജേണി ആണെങ്കിലും ഇതിനെല്ലാം തന്നെ ഒരു ഫ്രെയിം വർക്കായിട്ട് കണ്ടിട്ട് ആ ഒരു ഫ്രെയിം വർക്കിനുള്ളിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അപ്ലൈ ചെയ്തുകൊണ്ട് നല്ല നല്ല സീനുകളും തിരക്കഥയും എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു 5 ആക്ട് സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട, തിരക്കഥ എഴുതാൻ നേരം അതിൻ്റെ ആ ഒരു പർപ്പസ്, അതെങ്ങനെയാണ് ഓഡിയൻസിലേക്ക് എൻഗേജ് ചെയ്യിക്കുന്നത്, ഓഡിയൻസിനെ എങ്ങനെ പിടിച്ചിരുത്തുന്നു, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതൊക്കെ നിങ്ങളുടെ തിരക്കഥയിൽ ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു ഫ്രെയിം വർക്ക് ഉപയോഗിക്കുക. ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഒരു ബോക്സ് ആണെങ്കിൽ ആ ഒരു ബോക്സിനുള്ളിൽ, ആ ബോക്സ് എല്ലാവരുടെയും കയ്യിലുണ്ടാവില്ലേ, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആ ഒരു ബോക്സ് മനസ്സിലാവും. എന്നാൽ ആ ഒരു ബോക്സിനുള്ളിൽ എന്ത് വെൽക്കണമെന്നുള്ളത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. അതിനനുസരിച്ച് കൊണ്ട് ഒരു ബോക്സ് ഉണ്ടെങ്കിൽ ആ ബോക്സിനുള്ളിൽ നല്ലൊരു ഗിഫ്റ്റ് വെച്ചിട്ട് നിങ്ങൾ ഓഡിയൻസിന് കൊടുക്കുകയാണെങ്കിൽ ആ ബോക്സ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിന് ആ ഒരു ഗിഫ്റ്റ് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. അതിനനുസരിച്ച് എന്ത് വെക്കണമെന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും